ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെസ്സി വ്ളോഗ്സ്. എല്ലാവർക്കും വിക്രമിൻ്റെ വേദയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടക്കുന്നതിൻ്റെ കാണിക്കുന്നത് നമ്മുടെ കമലാമ്മയും നന്ദിനിയും സ്റ്റേജിയും കൂടെ വേദയോട് ഈ സാക്ഷിമൊഴി പറയരുത് എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കമലാമ്മ വളരെയധികം സങ്കടപ്പെട്ട് മോളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ വേദ അവരോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ കണ്ടതാണ് അമ്മയെ പറയാൻ പോകുന്നതൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു ടൈമിൽ സുധാകരൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ സുധാകരൻ കാണുന്നത് നന്ദിനി ഇങ്ങനെ വേദയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ സുധാകരൻ വന്നിട്ട് പറയണം, നിങ്ങൾ ആരും വേദയുടെ കാര്യമെടുത്ത് ഇടപെടേണ്ട കാര്യമില്ല. അവൾക്കൊരു ഉറച്ച തീരുമാനമുണ്ട്. ആ തീരുമാനമാണ് അവൾ പറയാൻ പോകുന്നത്. നമുക്കതിൽ ആർക്കും ഒരു പങ്കുമില്ല. ഇനി ആരും അവളെ ശല്യം ചെയ്യാൻ പോകണ്ട എന്ന് പറയാണ്. ശേഷം വേദയോട് നീ മുറിയിൽ പോയിരിക്കാനായിട്ട് പറയുന്നുണ്ട്. ശേഷം വേദ റൂമിലേക്ക് പോകുന്ന ടൈമിലും കമലാമ്മ വളരെയധികം സങ്കടപ്പെട്ട് കരയുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ശ്രീനി സാറിനെ വത്സൻ ഫോൺ വിളിക്കുകയാണ്. ശേഷം പറയണം, എന്താണ് അവിടുത്തെ അവസ്ഥ? നിങ്ങൾ എന്തായാലും എന്നെ ഇലക്ഷനിൽ തോൽപ്പിക്കാൻ വേണ്ടിയായിരുന്നില്ലേ ഈ ഒരു ചതി ചെയ്തതെന്ന് പറഞ്ഞിട്ട് ശ്രീനി അവരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീനി പറയാണ്, നിന്നെ തോൽപ്പിക്കാൻ വേണ്ടിയൊന്നും ഞാൻ ഈ ഒരു പണി ചെയ്യില്ല. മാത്രമല്ല നിൻ്റെ മകൻ ചെയ്ത മോശമായ പ്രവൃത്തിക്ക് വേണ്ടിയുള്ള പണിയായിരുന്നു വിക്രം കൊടുത്തതെന്ന് കൂടെ പറയുന്നുണ്ട്. അതിനുള്ള പണി അവനിക്ക് ഞാനും കൊടുക്കാൻ പോകുന്നുണ്ട് എന്ന് വത്സം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ശ്രീനി പറയുന്നുണ്ട്, ഏതായാലും നിൻ്റെ മകൻ ചെയ്ത തെറ്റിന് ഒരിക്കലും വിക്രമിനെ ഞാൻ ജയിലിലിടില്ല. അവനെ എങ്ങനെ ഞാൻ പുറത്ത് കൊണ്ടുവരുമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ വത്സം പറയാണ്, അവൻ ഏതായാലും പുറത്ത് വരട്ടെ, അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ വിക്രമായിട്ട് നിങ്ങൾ കാണില്ല, വെള്ള പൊതിച്ചൊരു ശവശരീരം മാത്രമേ നിങ്ങൾ കാണുള്ളൂ എന്നും വത്സൻ പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് അവർ ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ വേദയാണ്. വേദ മഹാദേവൻ്റെ മുമ്പിൽ വളരെയധികം സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിലുള്ള മനസ്സിൽ പറയണം, എൻ്റെ ഒരു അവസ്ഥ ആർക്കും മനസ്സിലാവുന്നില്ല. ഞാൻ എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്യുന്ന ആരും മനസ്സിലാക്കുന്നില്ല. വിക്രമിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇത് ചെയ്യുന്നത്, വിക്രമിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷി പറയാൻ പോകുന്നത്. വിക്രം ജയിലിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും MLAയും അവരുടെ കൂട്ടരും വിക്രമിനെ ഇല്ലാതാക്കും. ഇപ്പോൾ അതായത് ഞാൻ സാക്ഷി പറയുന്നതിലൂടെ വിക്രം ജീവിച്ചെങ്കിലും ഇരിക്കുമല്ലോ എന്നുള്ള ആശ്വാസം മാത്രമാണ് എനിക്കുള്ളത്. എല്ലാം ശരിയാകും, എല്ലാവർക്കും എല്ലാം മനസ്സിലാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുവരെ എന്തും കേൾക്കാൻ ഞാൻ തയ്യാറാണ്. ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അത് ഞാൻ ചെയ്യുന്ന തെറ്റാണെന്നുണ്ടെങ്കിൽ നീ കാണിച്ചതാ ദൈവമേ എന്ന് പറഞ്ഞിട്ട് വേദ പ്രാർത്ഥിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദിനിയെയും വിനായകനെയാണ്. നന്ദിനി റൂമിൽ പോയിട്ട് വിനായകനോട് ചോദിക്കുകയാണ്, വിക്രം എങ്ങനെയെങ്കിലും പുറത്ത് വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചാൻസ് ഒന്നുമില്ല, ഒന്നില്ലെങ്കിൽ വേദ മൊഴിമാറ്റി പറയണം, അല്ലെങ്കിൽ അവൻ വിക്രം അടിച്ചിട്ട ആൾ രക്ഷപ്പെടണമെന്ന് പറയാൻ കേട്ടോ. അയ്യോ ഇനി അങ്ങനെ സംഭവിക്കുമെന്ന് പറയുമ്പോൾ എന്തായാലും സംഭവിക്കാൻ പോകുന്നില്ല, വേദ എന്തായാലും കുറച്ച് തീരുമാനത്തിലേ നിൽക്കുന്നതെന്ന് വിനായകൻ പറയുന്നുണ്ട്. അങ്ങനെ തന്നെ നിന്നാൽ മതിയായിരുന്നു പറയണം. ഈ ഒരു ടൈമിൽ വിനായകൻ പറയാണ്, എന്തായാലും വേദ അങ്ങനെ സ്റ്റാൻഡ് എടുക്കാനുള്ള കാരണം വിക്രമിനെ രക്ഷിക്കാൻ വേണ്ടി തന്നെയായിരിക്കും. കാരണം പുറത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും MLA കൂട്ടരും വിക്രമിനെ ഇല്ലാതാക്കും എന്ന് എനിക്ക് ഉറപ്പാണെന്ന് പറയുന്നുണ്ട്. ഓ അപ്പോൾ അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ചെയ്തതെന്നില്ലെന്ന് പറഞ്ഞിട്ടും നന്ദിനിയും പറയുന്നുണ്ട്. ശേഷം അവൻ ഏതായാലും പുറത്ത് വരാതിരുന്നാൽ മതിയെന്ന് വീണ്ടും നന്ദിനി പറയുമ്പോൾ വിനായകൻ പറയാണ്, നിനക്ക് എന്താണ് വിക്രമിനോട് എത്ര ദേഷ്യം? നിനക്ക് വേദ ഇവിടെ ഇല്ലാണ്ടിരിക്കണം എന്നല്ലേ ആഗ്രഹമുള്ളൂ എന്ന് പറയുമ്പോൾ, അതല്ല മനുഷ്യ, ഇനിയിപ്പോൾ ഏതായാലും വിക്രം പുറത്തു വന്നു കഴിഞ്ഞാൽ വേദ പിന്നെ ഇവിടെ തന്നെ തിരിച്ചു വരില്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രീജയെയും വിശ്വത്തെയാണ് കേട്ടോ. ശ്രീജ വിശ്വത്തിനോട് പറയാണ്, വേദ ഒരിക്കലും ഇങ്ങനെ ചെയ്യാത്ത ആളാണല്ലോ, വേദ എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും നന്മ മാത്രം നോക്കുന്നില്ലേ അവൾ, പിന്നെ അവൾ എന്താ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തെന്ന് ചോദിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ വിശ്വം പറയണം, അവൾക്കൊരു തീരുമാനം ഉണ്ടാവുമായിരിക്കുമല്ലോ, മാത്രമല്ല അവൾ കണ്ടതാണ് പറയുന്നത്, അവളൊരു ഉറച്ച നിലപാടുള്ള പെൺകുട്ടിയാണ്, അവളുടെ മനോഭാവം അങ്ങനെയാണെങ്കിൽ പിന്നെ അത് അങ്ങനെ തന്നെയല്ലേ സംഭവിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദയുടെ വീട്ടിലാണ് കേട്ടോ. വേദയുടെ വീട്ടിൽ വേദയുടെ അച്ഛൻ വന്നിട്ട് ഇങ്ങനെ കേസും ഫയലൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മുടെ വേദയുടെ ബ്രദർ വന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ശ്രീകാന്ത് പറയാണ്, അച്ഛ എന്തായാലും അച്ഛൻ്റെ കോടതിയിലെ കേസ് വരുന്നതിനെ അറിഞ്ഞു, വിക്രമിനെതിരായിട്ട് തന്നെ അച്ഛൻ മറുപടി പറയണമെന്ന് പറയാണ്. ഈ ഒരു ടൈമിൽ അച്ഛമ്മയും പത്മവും വന്നിട്ട് പറയണം, നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്? അങ്ങനെയൊന്നും അച്ഛൻ പറയാൻ പോകുന്നില്ല, ഏതായാലും നമ്മുടെ മോളുടെ ഭാവിയല്ലേ, നിങ്ങൾ മാറ്റി തന്നെ പറയണമെന്ന് പറഞ്ഞിട്ട് പത്മയും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ വേദയുടെ അച്ഛൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്താണ് പറയുന്നത്? ഞാൻ എല്ലാവർക്കും അനുസരിച്ചിട്ടാണ് വിധി പറയുന്നതാണെന്നുള്ള കരുതിയതും നിലവിലുള്ള നമുക്ക് കിട്ടുന്ന സാക്ഷികളും മൊഴികളും അടിസ്ഥാനമാക്കിയിട്ടാണ് ഞാൻ നിയമം അല്ലെങ്കിൽ വാക്ക് പറയാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ശേഷം അവിടുന്ന് എല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിക്രമിനെ കാണാനായിട്ട് വിക്രമിൻ്റെ ഫ്രണ്ട്സ് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. അവിടെ വെച്ചിട്ട് അവർ പറയുന്നുണ്ട്, നീ ഇങ്ങനെ അറസ്റ്റ് ആവും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, വേദം നമുക്കെതിരെ ഇങ്ങനെ ഒരു ഇതുമായിട്ട് വരുന്നത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അതേതായാലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല എൻ്റെ മനസാക്ഷിയുടെ കോടതിയിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ആ പെൺകുട്ടിയുടെ പേര് പുറത്ത് വരരുത്, കാരണം പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ മീഡിയക്കാർ ആ പെണ്ണിൻ്റെ ജീവിതം നശിപ്പിക്കും. ആ കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോൾ
ഇപ്പോഴും ക്രിട്ടിക്കൽ സ്റ്റേജ് തന്നെയാണെന്ന് പറയണം. ശരി, അണീക്കുട്ടൻ്റെ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അണീക്കുട്ടന് ഇനി ആ കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് വിക്രം ആകെ തകർന്നു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് നമ്മുടെ ശ്രീജ ഫുഡുമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ സുധാകരൻ ചോദിക്കുന്ന ആർക്കാതെ ചോദിക്കുമ്പോൾ വേദം ഒന്നും കഴിച്ചിട്ടില്ല, രാവിലെ അവൾക്ക് കൊടുക്കാനാണെന്ന് പറയണം. അപ്പോൾ ശരിയെന്ന് പറയുമ്പോൾ സുധാകരനോടായിട്ട് ശ്രീജ പറയുന്നുണ്ട്, അച്ഛ അമ്മയും ഒന്നും കഴിച്ചിട്ടില്ല ഇത്ര നേരമായിട്ട് എന്ന് പറയുമ്പോൾ ശരി നീ ആ ഫുഡ് തായോ, നീ വേദയ്ക്ക് വേറെ എടുത്തിട്ട് പോയി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് സുധാകരൻ ഭക്ഷണമായിട്ട് റൂമിലേക്ക് പോവാണ്. അവിടെയാകുമ്പോൾ നമ്മുടെ കമല കരഞ്ഞ് തളർന്നിരിക്കുകയാണ് കേട്ടോ. നീ എന്തിനാ ഇങ്ങനെ കരഞ്ഞ് വിഷമിക്കുന്നത്? ഇതേപോലെ കരഞ്ഞ് തളർന്ന് ഒന്നും കഴിക്കാതെ നീ ഒരു ദിവസം നമുക്ക് ഉണ്ടായിട്ടുണ്ട്, അത് നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതോടെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം കൂടുതൽ എപ്പിസോഡിനായിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.